അന്നത്തെ അലങ്കാരം സന്താന ഗോപാലമൂർത്തിയായിട്ടാണ് ഉണ്ടായത്. ഈ സന്താന ഗോപാലമൂർത്തിയായിട്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടാവും. നമ്മുടെ വംശപരമ്പര തന്നെ നിലനിൽക്കും. സന്താനങ്ങൾ നമ്മുടെ വീടുകളിൽ ധാരാളം ഉണ്ടാവും. ആ ഉണ്ണീനെ ഭഗവാൻ തരും. ചിലപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ പ്രാർത്ഥനയുടെ കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ നമുക്ക് പുത്രനായിട്ട് ലഭിക്കും. അങ്ങനത്തെ എത്രയോ കഥകൾ നമ്മൾ പുരാണത്തിൽ കേട്ടിരിക്കുന്നു. എത്ര ആൾക്കാർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം. ഹരേ ഗുരുവായൂരപ്പ. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ. തിരുമേനി, കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലേ? ഞാനും തിരുമേനിയും കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന കുറച്ച് ദിവസം ശേഷമാണ്. പല ആൾക്കാരും ചോദിക്കേണ്ടതുണ്ട്, തിരുമേനി വീഡിയോ ഒന്നും കാണില്ല. കുറച്ച് തിരക്കിലായിരുന്നു. കല്യാണം, മകന്റെ വേളി, തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഗംഭീരമായിട്ട് നടന്നു. ഫോട്ടോസൊക്കെ കണ്ടിരുന്നു. എല്ലാം ഗംഭീരമായി. ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ രണ്ടാളേനി. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ആ ഒരു വിഷയം, കാരണം ഞാൻ പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ, ഒരു 8-10 ദിവസം മുന്നേ ഉണ്ടായിരുന്ന ഒരു ഉച്ചപൂജ അലങ്കാരം, ആ അലങ്കാരത്തിനെ കുറിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ്, ഒരുപാട് ആളുകൾ പല പല കാര്യങ്ങൾ തിരുമേനിയുടെ അടുത്ത് അന്വേഷിക്കലുണ്ടായി അല്ലേ? അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്ന് വിശദമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. ഹരേ ഗുരുവായൂർ. ആദ്യം ആ അലങ്കാരം എന്താണെന്ന് പറഞ്ഞോളൂ. നമ്മുടെ ഈ ഹരീഷ് പറഞ്ഞ മാതിരി അന്നത്തെ അലങ്കാരം സന്താന ഗോപാലമൂർത്തിയായിട്ടാണ് ഉണ്ടായത്. ഈ സന്താന ഗോപാലമൂർത്തിയായിട്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടാവും. നമ്മുടെ വംശപരമ്പര തന്നെ നിലനിൽക്കും. സന്താനങ്ങൾ നമ്മുടെ വീടുകളിൽ ധാരാളം ഉണ്ടാവും. ഈ സന്താന ഗോപാലമൂർത്തി ആയിട്ടാണ് അന്നത്തെ ചാർത്ത്. അന്നത്തെ ദിവസം ഉച്ചപൂജ സമയത്ത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ഉച്ചപൂജ കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന രൂപമാണ് ചാർത്ത. അന്നത്തെ ആ രൂപം മേൽശാന്തിക്ക് അങ്ങനെ ആയിരിക്കാം ഭഗവാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവുക. ഇന്ന് സന്താന ഗോപാലമൂർത്തിയായിട്ട് ചാർത്തു എന്നുള്ള നിലയ്ക്കായിരിക്കാം ഭഗവാൻ മേൽശാന്തിയോട് അരുളി ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ രൂപത്തിലാണ് അന്നത്തെ ഉച്ചപൂജ അലങ്കാരം ഉണ്ടായത്. ശ്രീ ഗുരുവായൂരപ്പൻ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഗുണം ഭഗവാൻ ഉടനടി തരും. പലതരത്തിലും പല ആൾക്കാർക്കും ഇന്നത്തെ സാഹചര്യത്തിൽ സന്താനങ്ങളുടെ കുറവ് കാണുന്നുണ്ട്. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് കേൾക്കും. നമ്മുടെ ഉദ്ദേശം സന്താനങ്ങളെ ഭഗവാൻ പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്യാന്ന് വിചാരിക്കരുത്. അതായത് സന്താന ലബ്ധിക്കും പുത്രപൗത്രി സൗഭാഗ്യത്തിനും അവരുടെ ഐശ്വര്യത്തിനും എല്ലാം ഇത് നല്ലതാന്ന് ഈ മന്ത്രം ജപിക്കുന്ന തീർച്ചയായിട്ടും ശ്രീ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു മൂർത്തിഭാവത്തിൽ നമ്മൾ ഭജിക്കുക, അങ്ങനെയാണ്. അതെ, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രജകൾ ഉണ്ടാവണം. പ്രജകൾ ഉണ്ടായാലേ നമ്മുടെ വംശപരമ്പര നിലനിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല കുട്ടികളുണ്ടാവും, സൽസന്താനങ്ങൾ ഉണ്ടാവണം. സൽസന്താനങ്ങൾ ഉണ്ടാവാൻ നമ്മൾ ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ശ്രീ ഗുരുവായൂരപ്പനോട് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഭജന ഇരുന്നിട്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ലത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് തരും. അന്നത്തെ രൂപം തന്നെ ശരിക്കും സന്താന ഗോപാലമൂർത്തി വലത്തെ തുടമേ ശ്രീ ചെറിയൊരു ഉണ്ണീനെയും പിടിച്ചിരിക്കുന്നതാണ്. ആ ഉണ്ണീനെ ഭഗവാൻ നമുക്ക് തരും. ആ ഉണ്ണീനെ ഭഗവാൻ തരും. ചിലപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ പ്രാർത്ഥനയുടെ കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ നമുക്ക് പുത്രനായിട്ട് ലഭിക്കും. അങ്ങനത്തെ എത്രയോ കഥകൾ നമ്മൾ പുരാണത്തിൽ കേട്ടിരിക്കുന്നു. എത്ര ആൾക്കാർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, എത്ര ആൾക്കാർ ഇതുണ്ട്. അപ്പോൾ അതേമാതിരി ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്കത് മുഴുവനായിട്ട് ഓർക്കുന്നില്ല, 3 തവണ നല്ലൊരു മകനെ തരൂ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് 3 ജന്മത്തിലും ഭഗവാൻ തന്നെ മകനെ. അതന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസുദേവനും ദേവകിയായിട്ട് വന്നു. അങ്ങനെ ഓരോ ജന്മത്തിലും ഓരോതായിട്ട് വന്നു എന്നാണ് കഥകൾ പറയുന്നത്. അപ്പോൾ അതേമാതിരി നമ്മളും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തരുന്നുള്ള ഒരു ഉറപ്പാണ്. അതിന് ഗുരുവായൂരപ്പന് ആ പ്രാർത്ഥനയോടൊപ്പം ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണനാട്ടം കളി, അവതാരം, പിന്നെ ചെറിയ കുട്ടികളെ രൂപം ഉണ്ടാക്കി നമ്മൾ വഴിപാട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പന് ഭഗവാൻ നമുക്ക് തരും. നമ്മൾ മനസ്സിൽ വിചാരിക്കണം, നമുക്ക് ഭഗവാനെ മാതിരിയുള്ള ഒരു സന്താനത്തിനെ തരണം എന്ന് പറഞ്ഞാൽ. എന്നോട് ഒരാൾ ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു തിരുമേനി. അതായത് ഹരീഷ് ഏട്ടാ, ഇത് എങ്ങനെയാണ് ഈ ഉച്ചപൂജ അലങ്കാരം, ഇന്ന ദിവസം ഇന്ന രൂപം എന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ എനിക്കറിയുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ആ സമയത്ത് ആരാണോ അത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിക്കുന്ന രൂപമാണോ, അത് അങ്ങനെ തന്നെയല്ല? അങ്ങനെ തന്നെ. ആ പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ പറയും. നമ്മൾ മുൻകൂട്ടി ഇന്ന രൂപത്തിൽ ചാർത്താം എന്ന് വിചാരിച്ചു വന്നാൽ തന്നെ അത് നടക്കില്ല. കാരണം ആ സമയത്ത് ആ മേൽശാന്തി ആ കളഭം ചന്ദനൊക്കെ വെക്കുന്ന സമയത്ത് അത് വീണുപോകും. ഭഗവാൻ ഒന്ന് പറയും, ഭഗവാൻ തന്നെ അത് വീഴ്ത്തി കളയും. അപ്പോൾ ഭഗവാന്റെ ഒരു കളിയാണ്.
ആ കുസൃതി ഇത്തരം പറയണവരെ ഭഗവാൻ എന്താ വിചാരിച്ചാൽ അത് ചെയ്താൽ മതി. നിങ്ങൾ മനസ്സിലുണ്ട്, എന്റെ മനസ്സിലുണ്ട്, അത് ചെയ്താൽ മതി. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെ ചെയ്യണ്ട. ഹരേ ഗുരുവായൂരപ്പ നാരായണ. അപ്പൊ നിങ്ങളല്ല തീരുമാനിക്കാൻ, ഞാനാണ് തീരുമാനിക്കാൻ. അപ്പൊ ഞാൻ പറയുന്ന മാതിരി നിങ്ങൾ കേട്ടാൽ മതി. ആ ഒരു ഇതാണ്. പല സമയത്തും ഭഗവാൻ നമ്മളെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ആത്യന്തികമായിട്ട് അവസാനം ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്ന കാര്യം. അപ്പൊ അന്നത്തെ ദിവസം മേശാന്തി ഇരിക്കുന്ന സമയത്ത് മേശാന്തിക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അതേമാതിരി മേൽശാന്തിമാരാണോ ഈ ഉച്ചപൂജ അലങ്കാരം, അതോ മേൽശാന്തിയാണ് ചാർത്താൻ, മേൽശാന്തിയെ സഹായിക്കാൻ ഓദിക്കനുണ്ടാവും. അതാണ് കാരണം നമ്മുടെ ശ്രീകുമാരൻ തിരുമേനി ഉച്ചപൂജ അലങ്കാരം ഇങ്ങനെ പറയുമ്പോൾ കേൾക്കാം, ഓദിക്കൻ ഇന്ന ഓദിക്കനാണ് ഇന്ന്. പണ്ട് കാലത്തൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മണി 12:30 മണി ആകുമ്പോഴേക്കും നട അടയ്ക്കും. അപ്പോൾ മേൽശാന്തി രാവിലെ 3 മണി മുതൽ ഒന്നും കഴിക്കാതിരിക്കുന്ന ആളാണ്. മേൽശാന്തിയുടെ ചിട്ട എന്ന് പറഞ്ഞാൽ ജലപാനം കഴിക്കാൻ പാടില്ല. അവർ 3 മണി മുതൽ 12:30 മണിയാകുമ്പോഴേക്കും സാധാരണ ഒരു മനുഷ്യന് വയ്യാണ്ടാവും. 9 മണിക്കൂർ ഒന്നും ചെയ്യാൻ പറ്റില്ല. പച്ചവെള്ളം ഇറക്കാൻ കുടിക്കാൻ പാടില്ല. അത്രയും നിഷ്ഠയോട് കൂടിയിട്ടാണ് ഇവിടുത്തെ മേൽശാന്തിയുടെ ജീവിതം. ആ ഭഗവാനാണ് ആ സമയത്ത് ആ മേൽശാന്തിയുടെ മനസ്സും ശരീരത്തിലും ഒക്കെ ഭഗവാനാണ് കൊണ്ട് നടത്തുന്നത്. അല്ലാണ്ട് മേൽശാന്തി ഒന്നും പെട്ടെന്നൊന്നും വിചാരിച്ചാൽ നടക്കില്ല. ഭഗവാൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്നിട്ട് എല്ലാം സുഖമായിട്ട് നടത്തുന്നു. അപ്പൊ പിന്നെ കാലക്രമേണ കൊണ്ട് 12:30 എന്നുള്ള 1:30 2:00 ഇപ്പൊ 2:30 മണി. അപ്പൊ ഇത്രയും നേരം ഇദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ട് ആ പൂജ കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൂജ നട അടയ്ക്കാൻ വേറെ ഓദിക്കാൻ വരും. അപ്പൊ ഇവർ രണ്ടാളും കൂടിയിട്ട് ആണ് ആ സമയത്ത് അവിടെ ഉണ്ടാവുക. അപ്പൊ മേൽശാന്തി ചാർത്തുമ്പോൾ അദ്ദേഹം അതിന് വേണ്ട എല്ലാം ഒരുക്കി കൊടുത്ത് സഹായിക്കും. ഉച്ചപൂജ കഴിക്കുന്നത് ആരോ അവരാണ് ചാർത്തുക. ഉദയാസ്തമന പൂജ ഉള്ള ദിവസം ഓദിക്കനാണ് ചാർത്തുക. ഉദയാസ്തമന പൂജ ഉള്ള ദിവസം ഉച്ചപൂജ ഓദിക്കനാണ്. അപ്പൊ ആ ഓദിക്കനാണ് ചാർത്തുക. കഴിഞ്ഞ അന്നത്തെ അലങ്കാരം ചെയ്ത് പൊട്ടക്കുഴി ശ്രീനാഥ് അന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പ് മേൽശാന്തി ആയിരുന്ന ആളാണ്. ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല എന്തൊരു ഭംഗിയാ രൂപം കാണാൻ തന്നെ ഉണ്ടായിരുന്നത് അറിയോ. നമ്മുടെ തൃപ്പൂണിത്തുറയില് ശരിക്കും പറഞ്ഞാൽ ഇതേ രൂപമാണ് കേട്ടോ. അതെ സന്താന ഗോപാലം അന്ന് ആ ഒരു ഇതിന്റെ അടിയിൽ കമന്റ് ആയിട്ട് ആരോ പറഞ്ഞതായിട്ട് കണ്ടു ഞാൻ. തൃപ്പൂണിത്തുറയില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഹാബ്രാഹ്മണന്റെ കുട്ടികളുണ്ടായി അത് ജീവിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. അങ്ങനെ 7 കുട്ടികളുണ്ടായപ്പോഴും പോയി. അവസാനം വന്ന് പറയുമ്പോൾ അർജുനൻ പറയാണ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അർജുനന്റെ ആ വീര്യം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഭഗവാൻ അവിടെ നിന്ന് ചിരിച്ചു. എന്നിട്ട് ആ കുട്ടീനെയും കൂടി ഭഗവാൻ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോയി വൈകുണ്ഠത്ത് കൊണ്ടുപോയിട്ട് നോക്കുകയാണ്. ഭഗവാൻ അവിടെ ആ നോക്കണതൊക്കെ നമുക്ക് ചിത്രങ്ങളിലൊക്കെ കാണാൻ പറ്റും. എന്നിട്ട് അവസാനം അർജുനൻ മനസ്സ് ഇതായിട്ട് ജീവത്യാഗം ചെയ്യാൻ വേണ്ടി അഗ്നി കൂട്ടി അതിൽ ചാടാൻ നിൽക്കുന്ന സമയത്ത് ഭഗവാൻ വന്ന് പിടിക്കണേ. എന്നിട്ട് ഉള്ള ആ കഥകൾ മുഴുവൻ പറഞ്ഞു കൊടുത്തത് ഈ 8 കുട്ടികളേനും ഈ മഹാബ്രാഹ്മണന് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അർജുനന്റെ ആ ഒരു എന്താ പറയാ എനിക്കെല്ലാം ആവാം എന്നുള്ള ഇതുണ്ടല്ലോ, അത് ശമിപ്പിക്കലും കൂടി ഭഗവാന്റെ ഒരു കാര്യമായിരുന്നു. അതും കൂടി ഒരു ലീലയായിരുന്നു. അതൊന്ന് ശമിപ്പിക്കണം. അല്ല എന്താ അറിയോ, ഇതൊക്കെ ആളുകൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവാ തിരുമേനി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗുരുവായൂർ വരുന്നു, ഉച്ചപൂജ തൊഴുന്നു, അലങ്കാരം കണ്ടു, ഞാൻ ഇന്ന അലങ്കാരം കണ്ടേ. അപ്പോൾ ഒരു അലങ്കാരം കാണുമ്പോഴും നമ്മളത് ചെയ്യുമ്പോൾ അത് ഭഗവാൻ തോന്നിപ്പിച്ച അലങ്കാരമായിട്ട് കാണുക എന്നുള്ളതാണ് അതിന്റെ ഭംഗി. അതായത് അവിടെ ഇരുന്ന ഒരു തിരുമേനി അല്ലെങ്കിൽ ഒരു മേൽശാന്തി അല്ലെങ്കിൽ ഒരു ഓദിക്കൻ അതൊരു രൂപം ചാർത്തി എന്നുള്ളതിൽ ഉപരി ഭഗവാൻ പറഞ്ഞിട്ടാണല്ലോ അവരത് ചെയ്തു എന്നുള്ളത്. അപ്പൊ ഭഗവാന്റെ കലാസൃഷ്ടിയല്ലേ നമ്മുടെ മുന്നിൽ, ഭഗവാന്റെ കരവിരുതല്ലേ നമ്മുടെ മുന്നിലാണ് കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എത്ര വലിയൊരു കാര്യമാണ്. അപ്പൊ അതിന്റെ പുറകില് ആ ഒരു രൂപത്തിൽ ഭഗവാനെ ഭജിച്ചാൽ സന്താനങ്ങൾക്ക് സൽബുദ്ധി ഉണ്ടാവുന്നതിനും സന്താന ലബ്ധി ഉണ്ടാവുന്നതിനും നല്ലതാന്നുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ. അത് അറിയാത്ത ആളുകൾ ഉണ്ടാവും, അവർക്ക് ഇതൊരു പുതിയ അറിവാവട്ടെ. എല്ലാവരും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും. പിന്നെ ശ്രീ ഗുരുവായൂരപ്പൻ വിചാരിച്ചമാരെ ഇവിടെ എല്ലാം നടക്കുള്ളൂ കേട്ടോ. നമ്മളെ വിചാരിച്ചമാരൊന്നും നടക്കില്ല. അന്ന് ഇന്ന് വരുന്ന ഭക്തന്മാർക്ക് എല്ലാവരും പല ആൾക്കാരും ഈ പറഞ്ഞ മാതിരി സന്താനം ഇല്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. അവരുടെ കൂടി മനസ്സ് ഭഗവാൻ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇന്നിപ്പോ അങ്ങനെ വന്നത്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവര് അന്നത്തെ ദിവസം വന്ന് തൊഴുതുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവും. അവരുടെ കാര്യങ്ങൾ ഭഗവാൻ ഉടനടി നടത്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, ഹരി ഓം, നാരായണ നാരായണ നാരായണ.